ഇനിയിപ്പോ നാളെ മുതൽ വിജയേട്ടന് സ്വീകരണത്തിന്റെ ബഹളമായിരിക്കും. ഒന്ന് സംസാരിക്കാൻ പോലും കണ്ടുകിട്ടില്ല. അതെന്താ, ഞാൻ ഏത് സ്വീകരണത്തിൽ പോയാലും കവിതയെ കൂടി കൊണ്ടുപോകാറില്ലേ? ഞാൻ ഹൃദയം തുറന്ന് സംസാരിക്കാറുണ്ട്. എങ്കിലും പബ്ലിക് ഫംഗ്ഷന് പോകുമ്പം അതൊരു സ്വാതന്ത്ര്യക്കുറവാണ് വിജയേട്ട. ഈ സ്വീകരണങ്ങൾക്കൊക്കെ കാരണം നീയല്ലേ? ഞാനാണോ കവിത എഴുതി സമ്മാനം നേടിയത്? കവിത എഴുതിയത് ഞാൻ തന്നെ. പക്ഷേ അത് മനോഹരമായി സദസ്സിന്റെ മുമ്പിൽ പാടിക്കേൽപ്പിച്ചത് നീയല്ലേ? അതുകൊണ്ടാണ് എനിക്ക് സമ്മാനം കിട്ടിയത്. അപ്പോൾ ആ സമ്മാനം എനിക്കാണ് തരേണ്ടത്. കവിതയ്ക്ക് സമ്മാനമായി ഞാൻ എന്നെ തന്നെ തന്നിരിക്കുകയില്ലേ? കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയേണ്ടവരാണ്. പക്ഷേ വീണ്ടും ഇതാ നമ്മൾ കണ്ടുമുട്ടി. എന്റെ കവിത പാടാൻ മാത്രമല്ല, എനിക്ക് കവിത എഴുതാനുള്ള പ്രചോദനം നൽകിയതും കവിതയാണ്. അതുകൊണ്ട് ഇതെന്തിനാ ചേട്ടാ? ഇത് രഹസ്യമായി ഇപ്പോ ഞാൻ നിന്റെ പേരിൽ അണിയിക്കുകയാണ്. നാട്ടിൽ ചെന്ന ശേഷം എല്ലാവരുടെയും മുമ്പിടിച്ച് ഞാൻ നിന്റെ കഴുത്തിൽ താലിയിട്ടു. എന്താ ഭയന്നുപോയത്? നമ്മുടെ വിവാഹത്തിന് പ്രകൃതിദേവി പൂത്തിരി കൊളുത്തി നമ്മൾ അനുഗ്രഹിക്കുകയാണ്. കവിത അതൊക്കെ വിവാഹം കഴിഞ്ഞിട്ട് പറ്റില്ല, എനിക്കിപ്പോ തന്നെ വേണം. കവിത